നമ്മളങ്ങനെ കരുനാഗപ്പള്ളിയിലെത്തി. കരുനാഗപ്പള്ളിയിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ പണി എന്തായെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു സൈഡിലെ പിയറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയതായിട്ട് കാണുന്നുണ്ട്. 5-6 പിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അന്നേരം നല്ല ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഇവിടെ മേൽപ്പാലത്തിൻ്റെ പണികൾ നടക്കുന്നത്. ഗുഡ്. നമ്മളിപ്പോൾ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. ഇവിടെ പൈലിംഗ് പൂർത്തിയായിട്ടുണ്ട്. പിയറിൻ്റെ വർക്ക് അടവാണ്. ഇവിടെ പിയറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിയർ ഗ്യാപ്പും കഴിഞ്ഞിട്ടുണ്ട്. 1 2 3 4 എണ്ണം തെറ്റിയല്ലോ. 4 5 6 7. ഓ, വലിയ മേൽപ്പാലമാണ്. പക്ഷെ എണ്ണം തെറ്റിപ്പോയി. എത്ര പിയറാന്ന് എണ്ണം മറന്നുപോയി. നമ്മൾ ആദ്യം 2 എണ്ണം പൈലിങ് കഴിഞ്ഞിട്ടേ ഉള്ളല്ലേ. ബാക്കിയൊന്ന് എണ്ണിയോക്കെ. 2 3 4 5 6 7 8 9 10 11 12 13 14 15. വാവ്, വാട്ട് എ ബ്യൂട്ടി. വലിയ മേൽപ്പാലം. 15 16 പിയറിൽ. 16 അല്ല കേട്ടോ, അത് കഴിഞ്ഞ് മുമ്പോട്ടുണ്ട്. വാവ്, അടിപൊളി. ഇത്രയും പുരോഗമിച്ചു കേട്ടോ പണി. ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇപ്പം താറ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. 15 16 പിയറിൽ വരുന്ന. വാവ്, അടിപൊളി. വാവ്, സന്തോഷമായി. ഇവിടെയൊക്കെ ഇത്രയും വേണം. ആദ്യമൊന്നും ഇത്രയും ഇല്ലായിരുന്നു കേട്ടോ. ഈ പാലത്തിൻ്റെ നീളമൊന്നും ഇത്ര ഇല്ലായിരുന്നു. പിന്നെ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ട്, നാട്ടുകാരും കച്ചവടക്കാരൊക്കെ ഇടപെട്ട് നീളം കൂട്ടിയതാണ്. അങ്ങനെ വേണം ഇടപെട്ട. കൊട്ടിയത്ത് 5 പിയറാണ് വരുന്നത്. കൊട്ടിയത്ത് അത്രയും പോരായിരുന്നു. അവിടെ ഇടപെട്ട് അവിടെ ഒരു 10 വേണമായിരുന്നു. അതേപോലെ ചാത്തന്നൂർ നമുക്ക് പിന്നീട് അത് ഇടിച്ച് പൊളിക്കുക, പുതിയ പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. ചാത്തന്നൂർ തിരുമുക്ക് വരെ നീണ്ടു കിടക്കണം ചാത്തന്നൂർ വരുന്ന മേൽപ്പാലം. അങ്ങനെ കൊല്ലത്ത് നമുക്ക് 1-2 കാര്യത്തിൽ കുറച്ച് ഇതുണ്ടായിരുന്നു. കൊട്ടിയത്ത് കുറച്ചും കൂടി നീളം വേണമായിരുന്നു മേൽപ്പാലത്തിന്. പറ്റുമായിരുന്നു ഇതേപോലെ. ഇവിടെ ഇത്ര നീളമൊന്നും ഇല്ലായിരുന്നു ആദ്യം. ഇപ്പോൾ ഉണ്ട്, ഇവിടം വരെ ഉണ്ടോ. അതിൽ നല്ല മേൽപ്പാലം തന്നെയാണ്. ഇവിടെ ഇവിടെയും പൈലിങ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. പൈലിങ് ഇനിയുണ്ടോ? ഓഹോ, ഇതിപ്പോൾ 20-ന് മേലായില്ലേ. ഇവിടെ എല്ലാം പൈലിങ് കിടക്കുന്നു കേട്ടോ. വീണ്ടും നീളം കൂട്ടി. മോനെ പൊളിച്ചു വരെ ഇടില്ല കേട്ടോ. ഇവിടെയൊക്കെ പൈലിങ് കിടക്കുന്നുണ്ട്. അടിപൊളി. ഇവിടെ അത്ര വേണമായിരുന്നു കേട്ടോ. അങ്ങനെ വേണം. ആ പണിയുന്ന സമയത്ത് നല്ല അതായിട്ട് പണി ചെയ്യുക. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി ടൗൺ ജംഗ്ഷൻ കഴിഞ്ഞു മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു സൈഡിൽ 6-3 പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അവിടെ കംപ്ലീറ്റ് മാറി. ഞാൻ ഇതിനു മുമ്പ് 4-5 മാസമായെന്ന് തോന്നുന്നല്ലേ ഇവിടുത്തെ ഈ ഭാഗത്ത് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെയാണോ അല്ലേ രശ്മിക മന്ദാനം എന്ന കട? ഇതാണോ? അപ്പുറത്ത് മറ്റു വശത്തും റോഡ് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ടാറിങ്ങൊക്കെ ഒരുപാട് ദൂരം പൂർത്തിയായിട്ടുണ്ട്. വാഹനങ്ങൾ ഈ ഭാഗത്തൂടെയാണ് കടത്തി വിട്ടേക്കുന്നത്. മറ്റു ഭാഗത്ത് പണിയൊക്കെ പൂർത്തിയായി. ഇതുപോലെ സർവീസ് റോഡിൻ്റെ ടാറിങ് ചെയ്യാനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ കൊല്ലം ജില്ലയിലെ ഫസ്റ്റിലെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു പ്രദേശമായിരുന്നു ഇത്. പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങ് സ്ലോ ആയായിരുന്നു.
ഇപ്പം വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അത് ഈ അസംസ്കൃത വസ്തുക്കളും അതേപോലെ പണി സാധനങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു താജ്മഹൽ മോഡൽ പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഈ സ്ഥലപ്പേര് പുതിയകാവ്. ഇതാണ് ആ പള്ളി. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ രീതിയിൽ വർക്കുകൾ നടന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.